എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഓരോ പ്രഭാഷകനും തൻ്റെ പ്രസംഗം മികച്ച രീതിയിൽ ആക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രസംഗം ശ്രോതാക്കൾക്ക് അവരുടെ മുന്നിൽ വാക്കുകൾക്ക് ഇടതടവില്ലാതെ സ്ഫുടമായി ഓരോ വാക്കുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അനർഘനിർഘളമായി നമ്മുടെ വായിലൂടെ പുറത്തു വരണമെങ്കിൽ ദിവസവും പ്രാക്ടീസ് അനിവാര്യമാണ്. പ്രഭാഷണം എന്ന് പറയുന്നത് ആനുകാലികമായി നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ചരിത്രങ്ങൾ, കഥകൾ ഒക്കെ ഉൾപ്പെടുത്തി ഒരു നല്ല പ്രഭാഷണം കാഴ്ചവെക്കാൻ നമുക്ക് വായന അനിവാര്യമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലൊരു മാതൃകാ പ്രസംഗം അവതരിപ്പിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഈ ജനകീയ സമരത്തിൻ്റെ നായകൻ, ഈ മഹത്തായ സമരം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച സ്ഥലം MLA അടക്കമുള്ള വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ വ്യക്തിത്വങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ പല തട്ടിലാണ്. പലർക്കും പല നിയമവ്യവസ്ഥയിൽ ഇളവുകളും, അതുപോലെ തന്നെ കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുകയും കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിലോ ചില ആളുകളെ രക്ഷിക്കാൻ നിയമപാലകർ മുന്നോട്ട് പോകുമ്പോൾ കുറ്റം ചെയ്യാത്ത ആളുകൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആനുകാലികമായ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പട നയിക്കാൻ ഓരോ പൗരനും അവൻ്റെ മൗലികാവകാശങ്ങളിൽപ്പെട്ട, അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ് തെറ്റിനെതിരെ, അനീതിക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനകീയ സമരം ഏതർത്ഥത്തിലും ശ്ലാഘനീയമാണ്. തെറ്റിനെതിരെ ശബ്ദിക്കാൻ, നീതിയോടൊപ്പം കൂട്ടുകൂടാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് ജന്തർ മന്ദറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ചു കൊല്ലണമെന്ന ആഹ്വാനവും മറ്റും നടത്തുന്ന രാഷ്ട്രീയക്കാർ വളരെ സ്വൈര്യത്തോടുകൂടെ യാതൊരു മടിയുമില്ലാതെ പറയുമ്പോൾ അവരെയൊന്നും അറസ്റ്റ് ചെയ്യാതെ നീതി നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമാണ്. നീതിക്ക് വേണ്ടി ഒരു പറ്റം യുവാക്കൾ പോരാടുമ്പോൾ അവർക്ക് അനുകൂലിക്കേണ്ടവർ അവർക്ക് എതിരായി പ്രവർത്തിക്കുകയും അവരെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന ഒരു സാഹചര്യം. അത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയോ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയോ ചെയ്യുന്നില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും ഉത്തരവാദിത്വത്തിനൊക്കെ ഒരുപോലെ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെയും നെറുകേടിനെതിരെയും നാം എല്ലാവരും ജാഗരൂകരാകണമെന്ന് ആത്മാർത്ഥമായി ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ജനകീയ മുന്നേറ്റം വൻ വിജയകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.